എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 6ാം ക്ലാസ് ഹിന്ദിയിലെ ക്രിസ്തുമസ് പരീക്ഷയ്ക്കായുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഗണ്ട് പഠോ ഔർ പ്രശ്നോം കെ ഉത്തർ ലിഖേ. ഇവിടെ ഒരു പാരഗ്രാഫ് നൽകിയിട്ടുണ്ട്, അത് പഠിച്ച് ഉത്തരങ്ങൾ എഴുതുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് അത് പോസ്റ്റ് ചെയ്ത് വായിക്കാവുന്നതാണ്. നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ജാൻവർ കഹാം രഹത്തെ थे? ആൻസർ ചന്ദൻ വൻ മേം. സ്കൂൾ കഹാം था? आंसर नदी के पास. स्कूल का टीचर कौन था? आंसर जंबो हाथी. स्कूल के बच्चे कैसे थे? आंसर होशियार. സഹി പ്രസ്താവ് ചുൻകർ ലിഖി. ഇവിടെ തന്നിട്ടുള്ള ശരിയായ പ്രസ്താവന എടുത്തെഴുതാനാണ് ചോദ്യം. ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന സബി ജാൻവർ ചന്ദ്വൻ മേം മിൽജുൽക്കർ രഹത്തെ थे. അടുത്തത് രണ്ടാമത്തെ പ്രവർത്തനമാണ്. ഹിന്ദുസ്ഥാൻ ഹമാര എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ആ പാഠഭാഗത്തിലെ ഒരു പാരഗ്രാഫ് ഇവിടെ നൽകിയിട്ടുണ്ട്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. യഹാം കിസ് ദേശ് കാ വർണ്ണൻ ഹെ? ഉത്തരം ഭാരത് കാ. ഗണ്ട് കെ ആധാർ പർ സഹി മിലാൻ കരേം. ഇവിടെ ഈ ഭാഗം പഠിച്ച് ശരിയായ ഉത്തരങ്ങൾ നേരെ നേരെ എഴുതാനാണ് ചോദ്യം. ആദ്യമായി അനോഖെ മൗസം ഇവിടെ തന്നിട്ടുണ്ട്. രംഗ് ബദലേ ഹേ. അടുത്തതായി സമ്പന്ന സംസ്കൃതി, അതുമായി ബന്ധപ്പെട്ടത് ഭാരത് കി ഷാൻ ഹേ. അടുത്തതായി ഭാരത് കി ചമക് ഇവിടെ തന്നിട്ടുണ്ട്. വിശുബർ ഫൈലി ഹേ. ഏറ്റവും അവസാനമായി ഭൈഗോളിക് ഝലക്, അതുമായി ബന്ധപ്പെട്ടത് ഖൂബ്സൂരത് ഹേ. അടുത്തത് ഗതിവിധി 3 മുർച്ചായ ഫൂൽ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഈ പാഠഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയാണ് വേണ്ടത്. കവിതാംശ് മേം കിസ്ക വർണ്ണൻ ഹേ? ആൻസർ മുർച്ചായ ഫൂൽ കാ. इसमें 2 സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. ഇവിടെ നിന്നും ശരിയായ 2 പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാനാണ് ചോദ്യം. ശരിയായ 2 പ്രസ്താവനകൾ നോക്കാം. മുർച്ചായ ഫൂൽ കാ ഹൃദയ് നഹീം ദുഃഖാന ഹേ. കൂടാതെ മുർച്ചായ ഗയേ ഫൂൽ കി പങ്കുടിയോ കോ നഹീം ബിഖരാന ഹേ. ഈ 2 പ്രസ്താവനകളാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. മൂന്നാമത്തെ ചോദ്യം, മുർച്ചായെ ഹുയെ ഫൂൽ കെ പാസ് സെ ഗുസർനെ पर उसे चोट मत पहुंचाना. ये आशय वाली पंक्तियां കവിതാംശ से चुनकर लिखें എന്നാണ് ചോദ്യം. ആ ആശയം വരുന്ന വരി നോക്കാം. ഗുസറോം അഗർ പാസ് സെ ഇസ്കെ ഇസെ ചോട്ട് പഹുഞ്ചാന മത്. ഗതിവിധി 4 ഇൻസാനിയത്ത് കി മിസാൽ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ചോദ്യം നോക്കാം. സൈലാബ് നെ കഹാം ജന്മ കർ തബാഹി മച്ചായി? ആൻസർ ബദ്രിനാഥ് മേം അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് മേം. ദുനിയ മേം ഇൻസാനിയത്ത് ബനായെ രഖേ. एक संदेश देते हुए एक പോസ്റ്റർ തയ്യാർ കരേ. അതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് ചോദ്യം. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ പോസ്റ്ററിന് നല്ല ഒരു ഉള്ളടക്കം, അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എഴുതി ചേർക്കുക. കൂടാതെ ഒരു ചിത്രം കൂടി വരയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഗതിവിധി 4 നന്ന ഉല്ലു എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. നന്ന ഉല്ലു പൂരി രാത് കഹാം ബൈഠാ രഹാ.
आंसर पेड़ पर। अम्मा उल्लू और नन्ना उल्लू के बीच का वार्तालाप तैयार करें. ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചോദിച്ചാൽ മതിയാകും. ഇവിടെ നൽകിയിട്ടുള്ള സംഭാഷണ രൂപത്തിൽ തന്നെ എഴുതിയാൽ ഇത് പൂർത്തീകരിക്കാൻ സാധിക്കും. 26. ये चित्र दो भाई कहानी से संबंधित है. चित्रों के अनुसार वाक्यों के क्रमबद्ध करें. ഈ ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാക്യങ്ങളെ ക്രമീകരിക്കുകയാണ് വേണ്ടത്. ആദ്യമായി തന്നെ ചിത്രത്തിൽ 2 സഹോദരന്മാരുണ്ട് എന്നാണ് കാണിക്കുന്നത്. അത് പറയുന്നത് ദോ ബായ് ഥേ എന്ന വാക്കുകൊണ്ടാണ്. അടുത്തതായി നമുക്ക് കാണാവുന്നതാണ് രണ്ടുപേരും ഒരുമിച്ചാണ് കൃഷി ചെയ്തിരുന്നത് എന്നാണ്. അപ്പോൾ വേ സാച്ചാ ഖേത്തി കർത്തേ ഥേ, അവർ ഒരുമിച്ചാണ് കൃഷി ചെയ്തിരുന്നത്. അടുത്തതായി അവർ വിളവെടുക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടത് ദോനോനെ മിൽക്കർ ഫസൽ കാട്ടി. അടുത്ത 4-മതായി അവർ രണ്ടും പങ്കിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഉനോനെ ആദാ ഗോഹും ബാണ്ട് ലിയ. ഏറ്റവും അവസാനമായി അവർ കാളവണ്ടിയിൽ അവരുടെ വിളവ് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഇവിടെ വരുന്നത് ദോനോ ഫസൽ ലേക്കർ ഗർ ചലെ എന്നാണ്. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ